സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ കാളിയം ബസ്സിൻ്റെ ഡ്രൈവറാണ്. അത് കിളിമാൻ്റെ പോങ്ങനാട് കല്ലമ്പലം റൂട്ടാണ്, ഷട്ടിലാണ്. അപ്പോൾ ഞാൻ കിളിമാൻ്റെ സ്റ്റാൻഡിലോട്ട് വന്ന് കയറുന്ന വഴിയിൽ വരെയായിരുന്നു. അപ്പോഴത്തേക്കും സർക്കിളിൻ്റെ വണ്ടി ഓപ്പോസിറ്റ് റോങ് സൈഡ് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ച് എവിടെ നോക്കിയാൽ വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞ് എന്നെ ചീത്ത വിളിച്ച്. ഞാൻ ചീത്ത വിളിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചതാണ്. എന്നെ ബസ്സിൻ്റെ ബാക്ക് ഡോറിൽ കൂടെ വന്ന് എന്നെ പിടിച്ചിറക്കി ജീപ്പിൽ കയറ്റി ജീപ്പിലിട്ട് ഇടിച്ച് പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ ഇട്ട് എല്ലാവരും കൂടെയാണ് ഇട്ട് ഇടിച്ചത്. കഴിഞ്ഞ മാസം 18-ാം തീയതി ആ ജീപ്പിൽ കയറ്റി ഇടിച്ചായിരുന്നു. ആ ബസ്സിൽ കയറ്റി ബസ്സിൽ നിന്ന് ബലമായിട്ടാണ് പിടിച്ചിറക്കി. അതിനുള്ള കുറ്റമൊന്നും ഞാൻ ചെയ്തില്ല. ഞാൻ ചീത്ത വിളിക്കണം എന്തിനാണ് ചോദിച്ചത്. അതിനാണ് എന്നെ ഇങ്ങനെ ചെയ്തത്. ആ ജീപ്പിലിട്ട് ഇടിച്ച് പോണ വഴി ജീപ്പിലിട്ട് ഇടിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആ സ്റ്റേഷനിൽ പോയി സ്റ്റേഷനിലിട്ട് ഇടിക്കുകയാണ് ചെയ്തത്. സി മാത്രമല്ല എല്ലാവരും കൂടെയാണ് ഇടിച്ചത്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ വനിതാ പോലീസ് മാത്രമേ ഇടിച്ചില്ല, ബാക്കി എല്ലാവരും കൂടെയാണ് ഇടിച്ചത്. ചീത്ത വിളിച്ച് എന്തിനാന്ന് ചോദിച്ചത് ഇതായെന്നും പറഞ്ഞാണ്. മുതത്ത് കുനിച്ചെറുത്തിയാണ് ഇടിച്ചത്. അതിനുശേഷം എൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ഒന്നുമില്ല പൊയ്ക്കോന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ നേരെ വല്യൊന്നിൽ പോയി. അവിടെ നിന്ന് മെഡിക്കലിൽ പോയി. അവിടെ ഒരു ദിവസം കിടന്ന് അവിടെ നിന്ന് നേരെ കല്ലറ ആശുപത്രിയിലോട്ട് എന്നെ പറഞ്ഞു വിട്ട്. അവിടെ കിടന്നപ്പോഴത്തേക്കും അവിടുത്തെ പാങ്ങോട് സ്റ്റേഷനിലെ പോലീസ് വന്ന് ഞാൻ അവിടെ വിഷയം ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ച് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. സമ്മതിച്ചില്ല. അല്ല എന്നിട്ട് വീട്ടിലോട്ട് പോയി. ആ പരാതിപ്പെട്ട് IG-ക്ക് SP-ക്ക് റൂറൽ SP-ക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ആ വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ആ മൊഴി എടുക്കാനൊക്കെ വിളിപ്പിച്ചായിരുന്നു. കഴിഞ്ഞ മാസം 18-ാം തീയതി. ആ അല്ല ഒത്തുതീർപ്പിനായിട്ടൊക്കെ വന്നായിരുന്നു. അത് കേസിന് ഒന്നും പോവല് എന്നെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തായിരുന്നു. ആദ്യം മൂന്നാമത്തെ ദിവസം എന്നെ വിളിച്ച് ഈ കേസിൻ്റെ വഴിയിൽ നിന്ന് പോവല് എന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. പിന്നെ നാലാമത്തെ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് കേസിന് പോവല് ഒത്തുതീർപ്പിന് വരാൻ ഒഴിവാക്കുന്നൊക്കെ പറയണ ഇത്. ഓ ഇപ്പം ജോലിയില്ല. ഇപ്പോൾ മുതലാളി വണ്ടി കൊടുക്കുക ചെയ്ത് വണ്ടി ഞാൻ ഇപ്പോൾ ഓടിയ വണ്ടി ഇങ്ങനെ ഓടാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മുതലാളി വണ്ടി കൊടുത്ത്. ഇപ്പം എനിക്ക് ജോലിയില്ല. ബസ് കൊടുത്ത് ആ വണ്ടി ഇങ്ങനെ ഓടാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയായിരുന്നു. അങ്ങനെ മുതലാളി വണ്ടി കൊടുത്തപ്പോൾ എനിക്ക് ജോലിയില്ല.